ദശപുഷ്പങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളാണ് ദശപുഷ്പങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂക്കളെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം. കേരളത്തിലെ തൊടികളിലെങ്ങും കാണുന്ന ഈ 10 ചെടികൾക്കും നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഇവയെല്ലാം മംഗളകാരികളായ ചെടികളെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഹൈന്ദവ ആചാരങ്ങളിലും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ദശപുഷ്പങ്ങളിലെ ഓരോ ചെടികളെയായി നമുക്ക് പരിചയപ്പെടാം. കറുക. കറുക നിലം പറ്റി വളരുന്ന ഒരു പുൽച്ചെടിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സൈനോഡോൺ ഡാഗ്ഡോളോൺ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശതപർവിക, ദുവ, ഭാർഗവി എന്നൊക്കെ അറിയപ്പെടുന്നു. നട്ടെല്ലിനും തലച്ചോറിനും ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങൾക്കും കറുകനീർ ഒരു സിദ്ധ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചെറുള. സംസ്കൃതത്തിൽ ഇതിനെ ഭദ്ര, ഭദ്രക എന്നിങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എർവ ലെനേറ്റ എന്നാണ്. പ്രധാനമായും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്കരോഗങ്ങൾ തടയുന്നതിനും രക്തസ്രാവം, കൃമിശല്യം, മൂത്രക്കല്ല് എന്നിങ്ങനെ രോഗങ്ങൾ മാറുവാനുമാണ് ഇതിൻ്റെ ഔഷധം ഉപയോഗിക്കുന്നത്. കൃഷ്ണക്രാന്തി. സംസ്കൃതത്തിൽ ഇത് നീലപുഷ്പം, ഹരികോന്തിജ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇവോൾവുലസ് അൾസിനോയിഡ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. നിലത്ത് പടരുന്ന ഈ ചെടിയുടെ പൂക്കൾക്ക് നീല നിറമാണ്. ജ്വരചികിത്സയ്ക്ക് ഈ സസ്യം ഉപയോഗിക്കുന്നുണ്ട്. പനിയുള്ളപ്പോൾ ഇതിൻ്റെ നീര് ഇടിച്ചു പിഴിഞ്ഞു കൊടുത്താൽ ആശ്വാസം കിട്ടും. പൂവാങ്കുരുന്തൽ. പൂവാങ്കുരുന്നില എന്നും ഇതിന് പേരുണ്ട്. സംസ്കൃതത്തിൽ സഹദേവി എന്നാണ് ഈ ചെടിയെ വിളിക്കുന്നത്. വെർണോനിയ സിനേറിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ശരീരതാപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും വിഷം കളയുന്നതിനും രക്തശുദ്ധിക്കും ഇത് വളരെ ഫലപ്രദമാണ്. മുയൽ ചെവിയൻ. സംസ്കൃതത്തിൽ ചിത്രപചിത്ര, സംഭാരി എന്നിങ്ങനെ പേരുകളിലാണ് മുയൽ ചെവിയൻ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എമിലിയ സോങ്കിഫോളിയ എന്നാണ്. മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ള ഇലകളുള്ളതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. തൊണ്ട സംബന്ധമായ സകല രോഗങ്ങൾക്കും ഈ ചെടി വളരെ നല്ലതാണ്. മുക്കുറ്റി. സംസ്കൃതത്തിൽ ജലപുഷ്പം എന്നാണ് മുക്കുറ്റി അറിയപ്പെടുന്നത്. ബയോഫിറ്റം സെൻസിറ്റീവം എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. മുറിവുകൾ ഉണങ്ങുന്നതിനും ഇത് ഒരു ലേപനമായി ഉപയോഗിക്കാറുണ്ട്. അകത്ത് കഴിക്കുകയും ചെയ്യാം. സമൂലം തേനിൽ ചേർത്ത് കഴിച്ചാൽ ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ശമിക്കും. കയ്യൂന്നി. സംസ്കൃതത്തിൽ കേശരാജ, കുന്തളവർദ്ധിനി എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. എക്ലിപ്റ്റ ആൽബ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ തഴച്ചു വളരുന്ന ഈ സസ്യം കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും വാതസംബന്ധമായ സകല രോഗങ്ങളും ശമിപ്പിക്കുവാനും ഉപയോഗിച്ചു വരുന്നു. മുടി തഴച്ചു വളരാൻ ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കാവുന്നതാണ്. നിലപ്പന. താലമൂലി, താലപത്രിക വരാഗി എന്നീ പേരുകളിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യത്തിന് ഹിന്ദിയിൽ മുസ്ലി എന്നാണ് പേര്. നെൽപാത എന്നും ഇതിനെ വിളിക്കാറുണ്ട്. കർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് മഞ്ഞപ്പിത്തത്തിന് മരുന്നായി ഉപയോഗിക്കാറുണ്ട്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും അമിത രക്തസ്രാവം മുതലായ പ്രശ്നങ്ങൾക്കും വേദനകൾക്കും ഇത് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. വള്ളി ഉഴിഞ്ഞ. ഇന്ദ്രവല്ലി എന്നാണ് ഇതിൻ്റെ സംസ്കൃതത്തിലെ പേര്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാർഡിയോസ്പെർമം ഹലിക്കാകാബം എന്നാണ്. പ്രധാനമായും മുടികൊഴിച്ചിൽ, നീര്, വാതം, പനി എന്നിങ്ങനെ
പ്രശ്നങ്ങൾക്കാണ് ഇത് ഔഷധമായി ഉപയോഗിക്കുന്നത്. തിരുതാളി. ലക്ഷ്മണ എന്നാണ് ഈ ചെടിയുടെ സംസ്കൃതത്തിലെ പേര്. ശാസ്ത്രീയ നാമം ഇപ്പോമോയിയ സെപ്പിയാരിയ എന്നാണ്. ഈ വള്ളിച്ചെടിയിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളാണുള്ളത്. വന്ധ്യത, പിത്തരോഗങ്ങൾ എന്നിവയ്ക്ക് തിരുതാളി മരുന്നാണ്. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ചുട്ടിത്തിരുതാളി എന്നും ചില ഭാഗങ്ങളിൽ ഈ ചെടി അറിയപ്പെടുന്നു. ഇലയുടെ മധ്യഭാഗത്തുള്ള അടയാളമാണ് ഈ പേരിന് കാരണം. ദശപുഷ്പങ്ങളെ പരിചയപ്പെട്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ദേവതാ സങ്കല്പങ്ങളുമുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ശ്രീ ഋഷി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സർക്കിളിൽ ഷെയർ ചെയ്യുക.